Hello everyone. Hi. Welcome to our channel. Welcome to Africa by Ajia. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കിച്ചണിലോട്ടാണ്. ഇന്നൊരു കുക്കിംഗ് ആണ്. ഉഗാണ്ടയിലെ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതിനകത്തുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മസാലകളൊന്നും ചേർക്കാറില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ മുളക്, അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, മീറ്റ് മസാല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. ഇവിടെ നോർമലി ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത് പ്രിസീലയാണ്. അപ്പം ഞാൻ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കമോൺ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ചാർക്കോൾ സ്റ്റൗ ഉണ്ട്, അതുപോലെ തന്നെ വിറകടുപ്പ് 2 ഉണ്ട്. ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. അത് പൊട്ടിപ്പൊളിഞ്ഞു. അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അത് യൂസ് ചെയ്യുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ഞങ്ങൾ നോർമലി വിറകിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അടുപ്പ്. പിന്നെ നമുക്കത് ഈ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഞങ്ങൾ ഓൾറെഡി ചാർക്കോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി കുറച്ച് പുറത്തു നിന്നുള്ള കാറ്റൊക്കെ അടിച്ച് അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇതിലാണ് നമ്മൾ സ്പഗേറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇതേ അടുപ്പിൽ വെച്ചു. ഇതിനകത്ത് ബീഫ്, പിന്നെ സവാള, ഗ്രീൻ പെപ്പറും ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ടൊമാറ്റോ, ക്യാരറ്റ് ആൻഡ് ഗാർലിക്. Where is the garlic? ഓക്കെ, ഗാർലിക് ഓൾറെഡി ചതച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഞങ്ങൾക്ക് തന്നെ സ്പഗേറ്റി ആണുള്ളത്. അപ്പോൾ സ്പഗേറ്റിയും റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ ഞങ്ങൾക്ക് പുറത്തുള്ളത്. ഇത് ഞാൻ ഒന്നും കൂടി കാണിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിളുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അമ്മേ, സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്രസീല, ആർ യു റെഡി ടു pour the oil? ഓക്കെ, ലെറ്റ്സ് ഗോ. അതേ നമ്മൾ അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിരിക്കുന്ന ബീഫിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. What is next? Oil again. അടുത്ത ടൊമാറ്റോയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ടൊമാറ്റോ ആൻഡ് ക്യാരറ്റ്. ടൊമാറ്റോയും ക്യാരറ്റ്സും ആഡ് ചെയ്തു. ഇത് വീണ്ടും ഈ മീറ്റിലൊന്ന് അടിപൊളിയായിട്ട് പിടിച്ചു വരണം. വാട്ടർ? ഓ സോറി. ഓ, അടിപൊളി കാറ്റ്. ഓ, ഇതിൻ്റെ തീപ്പൊരിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തു. നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി മണം, സൂപ്പർ. Prissy, what is another way to cook beef? Not like this, but another way. First boil it. When it's ready, then you put the onion and
tomato and Yeah. the garlic and Yeah. the green pepper. Yeah. But don't boil it with the water. First Yeah. remove it from the water, then you cook it. Mm. Yeah. Yeah. Which one do you like it? This one or that one? I like the first one without water. Me Because too. it makes its own water. Yeah. That's really. Okay, thank you, Priscilla. Welcome. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 hour എടുത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഉഗാണ്ടയിൽ ബീഫ് ഉണ്ടാക്കുന്നത്. എവരിവെയർ Yeah, ഈസ് ലൈക്ക് ദ സെയിം. it's the same. Yeah, But this all one's the best. all around Uganda. Yeah. യെസ്, ഉഗാണ്ടയിൽ എല്ലായിടത്തും ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇതേ കണ്ടോ, ഈ ഒരു സംഗതി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സംഗതിയല്ല. കാരണം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു, അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോയി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇവിടെ ഒത്തിരി പേരുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഉഗാണ്ടയിൽ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മുളക് ചേർക്കാറില്ല, വേറെ മസാലകളൊന്നും ചേർക്കാറില്ല. നിങ്ങൾ കണ്ടതുപോലെ ഓണിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്, ഗാർലിക്, ഇത്രയും സാധനങ്ങൾ മാത്രമാണ്. പിന്നെ ഇച്ചിരി ഉപ്പും വെള്ളവും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ടേസ്റ്റ് പോവും, പിന്നെ വീണ്ടും ഒന്നുകൂടെ കുറുകിയൊക്കെ വന്നാലേ കൊള്ളത്തുള്ളൂ. പക്ഷേ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഉപ്പും മുളകും എരിവും ഒന്നുമില്ലാതെ എങ്ങനെയാണ് അജിയ അവിടെ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വേറെ വഴിയില്ല എന്നതാണ് സത്യം. പക്ഷേ ഈ ഒരു സംഗതി അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രിസീല, Yeah. you done? We're done. Yeah, we are done. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രിസീല. Yeah. You're welcome. യെസ്, അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഫ്രിസീലയാണ് കുക്ക് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് യുഗാണ്ടയിൽ ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലും കുക്ക് ചെയ്യുന്നത്. മസാലാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം നല്ല ടേസ്റ്റൊക്കെയാണ്. ഈ വെള്ളം ഒഴിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ പറയാനുള്ളൂ. ബാക്കി അത് നമ്മൾ രണ്ടുപേർക്കും അങ്ങനെയാണ്. യുനോ യു ലൈക്ക് ഡ്രൈ. Yeah. മീച്ചു, എനിക്കും ഡ്രൈ ആണ് ഇഷ്ടം. പക്ഷേ എന്തായാലും അടിപൊളി. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നത്. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. Bye.